സിസ്റ്റർ ആഞ്ചലയ്ക്ക് എന്നെ പൂർണ്ണമായും വിശ്വസിക്കാം. എൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം. കാരണം നിയോഗയുടെ കൊലപാതകവും മനമ്മേൽ മത്തായി ഉൾപ്പെടെ 4 പേരുടെ തിരോധാനവും അതെനിക്ക് തെളിയിച്ചേ പറ്റൂ. എനിക്കറിയാം സാറേ, എൻ്റെ കുട്ടിയുടെ കേസ് സാറാണ് അന്വേഷിക്കുന്നതെന്ന് അറിഞ്ഞ ഉടനെ തന്നെ സാറിനെക്കുറിച്ച് എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാനൊന്ന് അന്വേഷിച്ചിരുന്നു. ഞാൻ പഠിപ്പിക്കുന്ന സൺഡേ സ്കൂളിലെ 1-2 കുട്ടികളുടെ പേരൻസ് സാറിൻ്റെ ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവരാണ്. അവരിലൂടെ എനിക്ക് മനസ്സിലായത് സാറിനെ പൂർണ്ണമായിട്ടും ട്രസ്റ്റ് ചെയ്യുക എന്നാണ്. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും സാറിനോട് തുറന്നു പറയണം എന്ന് ഞാൻ തീരുമാനിച്ചത്. എൻ്റെ നേരെ മൂത്ത ആങ്ങളെയാണ് ജെയിംസ്, ഫാദർ ജെയിംസ് വെട്ടിയത്ത്. ചെറുപ്പം തൊട്ടേ ഞാനും എൻ്റെ ഇച്ചാനും ഭയങ്കര കൂട്ടായിരുന്നു. ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു രഹസ്യങ്ങളും ഉണ്ടായിരുന്നില്ല. അങ്ങനെ 1999 സെപ്റ്റംബറിലാണ് ഇച്ചായൻ മേക്കാട്ടൂര് സെൻറ്റ് ജോർജ് പള്ളിയിലേക്ക് മാറ്റം കിട്ടി പോകുന്നത്. അതിനു മുൻപ് ആ പള്ളിയിലിരുന്ന 2 വൈദികരെയും അവിടെ നിന്ന് കാണാതായെന്നും ആ പള്ളിയിലിരിക്കാൻ മറ്റൊരു വൈദികർക്കും ധൈര്യമില്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ് എൻ്റെ ആങ്ങളെ പിതാവ് അങ്ങോട്ട് പോകാൻ നിർബന്ധിച്ചത്. എന്നെപ്പോലെ തന്നെയായിരുന്നു എൻ്റെ ഇച്ചായനും. എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു ചെറിയ സംശയം തോന്നിയാൽ മതി, പിന്നെ അത് അന്വേഷിച്ചറിയുന്നത് വരെ ഒരു സമാധാനം ഉണ്ടായിരിക്കത്തില്ല. അങ്ങനെ ഇച്ചായൻ മേക്കാട്ടൂർ പള്ളിയിൽ ചാർജ് എടുത്തു. ഇടവക ജനങ്ങൾക്ക് വികാരിയച്ഛനോട് കടുത്ത പുച്ഛമായിരുന്നു ആദ്യം. അതിൻ്റെ കാര്യം ചോദിച്ച കപ്പ്യാര് അച്ഛന് കൊടുത്ത മറുപടി, എൻ്റെ അച്ചോ, കാലം കുറേയായിട്ട് അടഞ്ഞു കിടന്നിരുന്ന പള്ളിയായിരുന്നിത്. പിന്നെ ഇവിടെ ആരെങ്കിലും ഒന്ന് മരിച്ചാൽ ആ ശവം ഒന്ന് അടക്കണമെങ്കിൽ 2 മണിക്കൂർ മിച്ചം യാത്ര ചെയ്യണം അടുത്ത പള്ളിയിലോട്ട്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞങ്ങൾ നാട്ടുകാർ അരമനയിലേക്ക് ഒരപേക്ഷ എഴുതി ഈ പള്ളി ഒന്ന് തുറപ്പിച്ചത്. ആദ്യം വന്ന വികാരി ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ എന്തൊരു സ്വീകരണമായിരുന്നെന്ന് അറിയാവോ? വിക്ടർ അച്ഛൻ വന്ന് 15-ാം പൊക്കം പൊന്നും കുരിശും കെട്ടോണ്ട് നാട് വിട്ടു. പിന്നെ വന്നത് നമ്മുടെ പാലക്കാപ്പറമ്പിലച്ഛനായിരുന്നു. പുള്ളിയും 3-ാം മാസം പള്ളിയിലെ 4 നേർച്ചപ്പെട്ടികളിലെ പൈസയും പെരുന്നാളിന് ഇടവകക്കാരോട് പിരിച്ചു വച്ചിരുന്ന പൈസയായിട്ട് നാട് വിട്ടു. അതിൽ പിന്നെ ഇവിടുത്തെ നാട്ടുകാർക്ക് ഈ പള്ളിയും പട്ടക്കാരെയും ഒന്നും കണ്ടുകൂടാ. അതുകൊണ്ടാണ് അച്ഛനോടും അവരിങ്ങനെയൊക്കെ പെരുമാറുന്നത്. പാവങ്ങളാച്ചോ നമ്മുടെ നാട്ടുകാർ. പേടിയാ എല്ലാവർക്കും. ഇനി എന്തൊക്കെ പോകും ഇവിടെ നിന്ന് എന്നാർക്കും അറിയില്ലല്ലോ. കപ്പ്യാരി കുഞ്ഞേപ്പിൻ്റെ ആ അവസാനത്തെ വാചകത്തിലും അച്ഛന്മാരോടുള്ളൊരു നീരസം നന്നായിട്ട് നിഴലിച്ചിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ഇച്ചായൻ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. ഇതിൽ ഈ ഫാദർ വിക്ടർ എൻ്റെ ഇച്ചായൻ്റെ ബാച്ച്മേറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വിക്ടർ അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്ന് എൻ്റെ ഇച്ചായന് 100% ഉറപ്പായിരുന്നു. ഏകദേശം 2-3 മാസങ്ങൾ കൊണ്ട് തന്നെ ഇച്ചായൻ ഇടവകക്കാരെയൊക്കെ കയ്യിലെടുത്തിരുന്നു. പിന്നെ ഒരു ദിവസം രാത്രി ഇച്ചായൻ എന്നെ ഫോൺ വിളിച്ചു. അന്ന് ആ ശബ്ദത്തിൽ ഒരു വെപ്രാളം ഉണ്ടായിരുന്നു. മഠത്തിൻ്റെ ചാപ്പലിലേക്ക് വരാൻ പറഞ്ഞിട്ട് ഇച്ചായൻ പെട്ടെന്ന് തന്നെ കോള് വെച്ചു. ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞ കൈക്കുഞ്ഞുമായിട്ട് ഇച്ചായൻ അവിടെ നിൽക്കുന്നു. കുഞ്ഞിനെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട്, ഒരു കാരണവശാലും കുഞ്ഞിനെ ഇവിടെ ഏൽപ്പിച്ചത് ഇച്ചാനാണെന്ന് ആരോടും പറയരുത് എന്ന്. പിന്നെ ആ 2 വൈദികര് അവർ മേക്കാട്ടൂർ വിട്ട് എങ്ങും പോയിട്ടില്ല എന്നും ഇതിൻ്റെയൊക്കെ സർവ്വ തെളിവുകൾ കൊണ്ട് നാളെ കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ പോവുകയാണെന്നും ബാക്കിയൊക്കെ വന്നതിന് ശേഷം മാത്രം പറയാമെന്ന് പറഞ്ഞിട്ടാണ് ഇച്ചാൻ എൻ്റെ അടുത്തുനിന്ന് പോയത്. അതാണ് ഞങ്ങളുടെ അവസാനത്തെ കൂടിക്കാഴ്ച. പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ഫാദർ ജെയിംസിന് എന്താണ് സംഭവിച്ചത്? വിക്ടർ അച്ഛനും പാലക്കാപ്പറമ്പിലച്ഛനും മേക്കാട്ടൂർ വിട്ട് പോയിട്ടില്ല എങ്കിൽ അവരെവിടെ? പോലീസിൽ ഹാജരാകാതെ നേരിട്ട് കോടതിയിൽ ഹാജരാകണമെന്ന് ഫാദർ ജെയിംസ് തീരുമാനിക്കാനുള്ള കാരണം
അതെന്തായിരിക്കും? ഫാദർ ജെയിംസിന്റെ കയ്യിൽ ആ കൈക്കുഞ്ഞ് എത്തിപ്പെട്ടതെങ്ങനെ? നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരവുമായി കറുത്തച്ഛൻ. അടുത്ത പാർട്ടിനായി കാത്തിരിക്കുക. കറുത്തച്ഛന്റെ തുടർന്നുള്ള പാർട്ടുകൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക.